എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂവിലേക്ക് സ്വാഗതം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ടർക്കി സിറിയയിലെ എർത്ത് എത്ര മാഗ്നിറ്റ്യൂഡിലുള്ള എർത്ത് ആയിരുന്നു ടർക്കിയിലും സിറിയയിലും സംഭവിച്ച 7.8 വെരി സീരിയസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന എർത്ത് തന്നെയാണ് 7.8 എന്ന് പറയുന്നത്. 12,000 പേര് മരിച്ചു എന്ന് പറയുന്നു. ടർക്കി സിറിയ കൺട്രീസ് ഓർത്ത് നോക്കണേ. RBI ലിഫ്റ്റ് ലോൺ കോസ്റ്റ് ടു ടൈം ഇൻഫ്ലേഷൻ പരിധിയിലാക്കാൻ വേണ്ടിയിട്ട് RBI ലോണിൻ്റെ കോസ്റ്റ് കൂട്ടി എന്ന് പറയുന്നത്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഏത് കമ്മിറ്റിയാണ് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുകയും ബൈ മന്ത്ലി പോളിസി ഉണ്ടാക്കുകയും ചെയ്യുന്നത്. മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് MPC എന്ന് പറയുന്നത്. RBIൻ്റെ ഗവർണർ ഹെഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. RBIൻ്റെ ഗവർണർ ഹെഡ് ചെയ്യുന്ന കമ്മിറ്റിയാണ്. 6 മെമ്പർ കമ്മിറ്റിയാണ്. ഇതാണ് ബൈ മന്ത്ലി 2 മാസത്തിൽ ഒരു പ്രാവശ്യം കൂടിയിട്ട് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്സ് വേണ്ടത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് റിപ്പോ അറിയില്ലേ, റിവേഴ്സ് റിപ്പോ അങ്ങനെയുള്ള റേറ്റുകൾ, പോളിസി റേറ്റുകൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള പോളിസി നിരക്കുകൾ തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് എക്കോണമിയിലെ ഇൻഫ്ലേഷനൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഈ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോണിൻ്റെ കോസ്റ്റ് കൂട്ടിയെന്ന് പറയുന്നത്. അതായത് ലോൺ എടുക്കുന്നത് ആൾക്കാർ കുറയും, അതുമൂലം എന്ത് സംഭവിക്കും? മണി സപ്ലൈ എക്കോണമിയിൽ കുറയും. അതാണ് RBIൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിനെയാണ് ഒരു സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. പോളിസി വിച്ച് ഈസ് പെർസീവ്ഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി ഈസ് കാൾഡ് എസ് ദി മോണിറ്ററി പോളിസി. അടുത്തത് എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്ന മെയിൻ ക്രക്സ് ആയിട്ടുള്ള കാര്യം പറയാം. ബെഞ്ച് ആൻഡ് ബിഗോട്രി, എ ജഡ്ജ് അപ്പോയിൻമെൻറ്റ് എക്സ്പോസസ് ദ ഒപാക് കൊളീജിയൻ സിസ്റ്റം. ഈ കൊളീജിയൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസ് ഇപ്പോൾ കേൾക്കാം. എന്താണ് ഈ കൊളീജിയൻ സിസ്റ്റം? ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് അതായത് നാമനിർദ്ദേശം നൽകുന്ന ഒരു ബോഡിയാണ് കൊളീജിയൻ സിസ്റ്റം. സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഉണ്ടാകുന്ന ഒരു സിസ്റ്റമാണ്. ഇത് ഒപ്പേക്കാണെന്ന് പറയുന്നത്, ട്രാൻസ്പാരൻ്റ് അല്ലാത്ത, സുതാര്യമല്ലാത്തൊരു പ്രോസസ്സാണെന്ന് പറയുന്നത്. കാരണം ഇത് സീനിയർ മോസ്റ്റ് ജഡ്ജസ് തമ്മിൽ തീരുമാനിച്ച് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്, ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റ്. അത് തീരെ ട്രാൻസ്പാരൻ്റ് അല്ല എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഒരു ബോഡി, ഈ ഇങ്ങനെയുള്ള ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സിന് വേണ്ടി ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ. അത് കോടതി തന്നെ അതിൻ്റെ ഇൻഡിപെൻഡൻസ്, അതിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് റദ്ദ് ചെയ്ത് കളിയാണ് ചെയ്തത്. NJS നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ ഓർത്ത് വെക്കുക നല്ലതാണ്. ഇതിൽ സ്റ്റാറ്റസ് ആൻഡ് പ്രൊസീഡ്സ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. എന്താണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ഗവൺമെൻറ്റിനുള്ള ഷെയർ വിൽക്കുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. മിനിസ്റ്റർ ഓഫ് ഫിനാൻസാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്താ ചെയ്യുക? ഓരോ വർഷവും, ഇപ്പോൾ ഈ വർഷം 51,000 കോടിയാണ് ഇതിൻ്റെ ടാർഗറ്റായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിലെ ഗവൺമെൻറ്റിൻ്റെ ഷെയർ വിറ്റിട്ട് കിട്ടുന്ന പൈസ മറ്റ് കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. 51,000 കോടിയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ്. അതായത് ഈ 51,000 കോടി സമാഹരിക്കുമെന്നാണ് പറയുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ പബ്ലിക് സെക്ടർ, അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഹോൾഡിങ്ങിലുള്ള സ്ഥാപനങ്ങളുടെ ഷെയർ വിറ്റ് അത് ലിക്വിഡേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആ പൈസ മറ്റ് വെഞ്ചേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. ഇതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ന്യൂസിലും കൊളീജിയം ഉണ്ട്, കൊളീജിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് കണ്ടില്ലേ, മോദി ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട് അദാനി എൽസ് ഹി വുഡ് ഹാവ് ഓർഡർഡ് പ്രോബ്. അപ്പോൾ ഒരുപാട് പേര് ഒരു JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഓപ്പോസിഷൻ പാർട്ടി പറയുന്നുണ്ട്. എന്താ കാരണം? അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികളുടെ ഷെയർസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മൂല്യം കുറയുന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണാം. എന്ത് റിപ്പോർട്ടിൻ്റെ പേരിലാണ്? ഹിൻഡൻബർഗ് എന്ന റിപ്പോർട്ടിൻ്റെ പേരിലാണ്. ഇതിലെന്തോ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടെന്നും ഈ പറഞ്ഞ അക്കൗണ്ട്സിങ് കൃത്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹിൻഡൻബർഗിൻ്റെ ഒരു റിപ്പോർട്ട്. US ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഏജൻസിയാണ്. അവർ പബ്ലിഷ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അദാനി ഗ്രൂപ്പ്സിൻ്റെ പല കമ്പനികളുടെയും ഷെയർ താഴെ പോകുന്നത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അദാനി ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും നമ്മുടെ നെയ്ബറിങ് കൺട്രീസിലും സ്റ്റേക്കുള്ള ആളാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഏതെങ്കിലും രീതിയിൽ ഡീസ്റ്റെബിലൈസ് ആയി പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും തകരാറിലാവുന്നൊരവസ്ഥ ഈ പറഞ്ഞ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളിലുണ്ട്. അപ്പോൾ ഹിൻഡൻബർഗ് എന്ന റിപ്പോർട്ടൊന്ന് ഓർത്ത് വെച്ചോ, ഹിൻഡൻബർഗ്. അടുത്തത് സെലൻസ്കി മേക്ക് സ്ട്രോങ് അപ്പീൽ ഫോർ ബ്രിട്ടീഷ് ഫൈറ്റർ ജെറ്റ്സ്. അപ്പോൾ സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ലണ്ടൻ. സെലൻസ്കി ആരെന്നറിയില്ലേ? ഉക്രൈൻ്റെ ഭരണാധികാരിയാണ്. അപ്പോൾ ഉക്രൈൻസ് പ്രസിഡന്റ് താങ്ക്ഡ് UK ഫോർ ഇറ്റ് സപ്പോർട്ട് ആൻഡ് സെഡ് ഫ്രീഡം വിൽ വിൻ, റഷ്യ വിൽ ലൂസ്. ബ്രിട്ടൻ അനൗൺസ്ഡ് ഇറ്റ് വുഡ് ട്രെയിൻ കീവ്സ് ട്രൂപ്സ് ടു
ഫ്ലൈ നാറ്റോ ഫൈറ്റർ ജെറ്റ്സ്. അപ്പോൾ നാറ്റോൻ്റെ ഒരു ബാക്കപ്പ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് അലയൻസിൻ്റെ ബാക്കപ്പ് എപ്പോഴും ആർക്കുണ്ട്? യുക്രൈൻ ഈ പറഞ്ഞ വാറുണ്ട്. ഇല്ലെങ്കിൽ ഒരു വർഷമൊന്നും റഷ്യയുടെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന പുതിയ ഫൈറ്റർ ജെറ്റ്സ് വേണോ എന്ന് പറഞ്ഞിട്ട് സെലൻസ്കി എവിടെയാണ് നടത്തി സർപ്രൈസ് വിസിറ്റ് നടത്തിയത്? ലണ്ടൻ, ബ്രിട്ടനിൽ. ബ്രിട്ടൻ നാറ്റോ അലിയാണ്, അതുകൊണ്ട് തന്നെ നാറ്റോ ഫൈറ്റർ ജെറ്റ്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാമെന്നാണ് ബ്രിട്ടീഷ് ഭരണകൂടം പറയുന്നത്. അപ്പോൾ സെലൻസ്കി യുക്രൈനിൻ്റെ പ്രസിഡൻ്റാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ബൈഡൻ വാണ്ട്സ് US വിൽ ആക്ട് ഓൺ ചൈന ആഫ്റ്റർ ഡൗണിങ് സർവൈലൻസ് ബലൂൺ. അപ്പോൾ സർവൈലൻസ് ബലൂണുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഫേസാണ് US ചൈന റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു ചൈനയുടെ ഒരു സർവൈലൻസ് ബലൂൺ US എയർ സ്പേസിൽ നിന്ന് വെടിവെച്ചിടുകയുണ്ടായി. അപ്പോൾ അതുണ്ടാക്കിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് USA എയർ സ്പേസ് സർവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു അതായത് ഡിവൈസ് ഉപയോഗിച്ച് ഒരു എയർ സ്പേസിലേക്ക് കടത്തിവിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം ഇപ്പം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ US ചൈന റിലേഷൻഷിപ്പ് ആദ്യമേ വേഴ്സൺ ചെയ്തിരിക്കുകയായിരുന്നു. അത് വളരെ മോശമായി എന്ന് വേണം പറയാൻ വേണ്ടി. ചൈനേൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയോളജിക്കലായിട്ടുള്ള ഡിവൈസ് ആണെന്ന് പറഞ്ഞത്. മെറ്റീരിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റ് സർവൈലൻസ് ഒക്കെ ആയി ബന്ധപ്പെട്ട്, ഈ നിരീക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് എക്സ്പ്ലനേഷൻ പറഞ്ഞത്. എന്തായിരുന്നാലും ശരി, US ചൈന റിലേഷൻഷിപ്പ് എക്കാലത്തെയും മോശം അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടേ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ്, അവരവരുടെ താരിഫ്, ട്രേഡ്, എങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് അറ്റത്ത് നിൽക്കുന്ന രണ്ട് രാജ്യമായിരുന്നു. അതിപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം കൂടുതൽ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂലുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ, ടേക്ക് കെയർ, സീ യു ടുമോറോ.